ത്രൂ ആയിട്ട് ആർക്കും ഇല്ല, ആർക്കും ത്രൂ ആയിട്ട് എനിക്ക് തോന്നുന്നു ഇവർക്കൊക്കെ ഉള്ളൂ പോലും എനിക്ക് തോന്നുന്നു ശേഷമാണ് പിന്നെ നമ്മളെ പോലീസ് ഗ്യാങ്ങിലുള്ള കുറച്ചുപേര് ഇങ്ങനെ ത്രൂ ഔട്ട് ഉണ്ടാവും ഗ്യാങ് ഒക്കെ. ഇവരൊക്കെ ഉണ്ട്. ഞങ്ങളൊക്കെ വളരെ കുറച്ച് ദിവസങ്ങൾ 6-5 ദിവസങ്ങളിൽ മാത്രം ഷൂട്ട് ചെയ്ത് പോയ ആൾക്കാരാണ്. പക്ഷേ വാണി പറഞ്ഞ പോലെ ഓരോ ക്യാരക്ടേഴ്സിനും അതിൻ്റെതായ സ്പേസും ഇമ്പോർട്ടൻസും ഉണ്ട്. സോ നമ്മളൊരു സിനിമ കണ്ടിറങ്ങുമ്പോൾ ഒരു സീനിൽ വന്നു പോയ ആൾക്കാരെ പോലും ആൾക്കാർ ഓർക്കും. അതാണ് ഇതിനകത്തുള്ള ക്യാരക്ടേഴ്സിന്റെ ഗുണം. ഓക്കെ. ദ കിങ് എന്ന് പറഞ്ഞ മൂവിയില് അന്ന് മമ്മൂക്കയുടെ കൂടെ ചേച്ചി ചെയ്ത ഒരു സീക്വൻസിനകത്ത് മമ്മൂക്കയ്ക്ക് എഗെയിൻസ്റ്റ് ചേച്ചി കൈ ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ അടിക്കാനായിട്ട് ഓങ്ങുന്നുണ്ട്. അന്ന് മമ്മൂക്ക തടഞ്ഞിട്ട് പറയുന്നുണ്ട്, ഇനി നിന്റെ കൈ ഒരാണിന്റെ മേളിലേക്ക് ഉയർത്തെ. അതിനുശേഷമാണ് ഉയർന്നത്. അത് ചേച്ചി വേല ഇന്റർവ്യൂ ഇതുപോലെ ചിരിച്ചു തന്നെ ചേച്ചി പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അതെന്താ ചേച്ചി? അല്ല, എനിക്ക് തോന്നി പെട്ടെന്ന് ഇത് ഈ ഡയലോഗ് കേട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഫുൾ ആക്ഷൻ ഫിലിംസ് ചെയ്തത്. കിങ്ങിന് ശേഷം ഫസ്റ്റ് കോസ്റ്റ്യൂം ഐ മീൻ പോലീസ് വേഷം ചെയ്യുന്ന പോലീസ് അല്ല, അത് കളക്ടറാണ്. അത് അതില് മമ്മൂക്കയെ എന്തോ അടിക്കാനായിട്ട് ഇങ്ങനെ കയ്യോ ഓങ്ങുന്നതുണ്ട്. അപ്പൊ മമ്മൂക്ക പിടിച്ചിട്ട് പറയും, ഇനി നിന്റെ കൈ ഒരു ആണിന്റെ ഓങ്ങില്ല എന്ന് പറയും. അപ്പൊ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം മറ്റേ ഡയലോഗ് വരുന്നത് നിങ്ങളോടല്ലേ? സെൻസ് ശരിയാ. കിങ്ങിലെ ഫസ്റ്റ് ഷോട്ട് എനിക്ക് ഓർമ്മയുണ്ട്. കാർ ഡ്രൈവ് ചെയ്ത് ഭയങ്കര അപ്പൊ അതിനുശേഷം അപ്പൊ മമ്മൂക്കയുടെ വാക്ക് വലിച്ചില്ല. അതിനുശേഷം ബാക്ക് ടു ബാക്ക് ആക്ഷനിലേക്ക് കടന്നു. സുധീഷ് ചേട്ടാ, നിങ്ങളിപ്പോ ഈ സിനിമയിലുണ്ട് അല്ലേ അങ്ങനത്തെ കയ്യോങ്ങലും പരിപാടികളും എല്ലാത്തിലും ചെറുതായിട്ട്? ഓ ഓക്കെ. സുധീഷേട്ടൻ, നമ്മള് നേരത്തെ സുധീഷേട്ടന്റെ ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് എല്ലാം ഈ ഒരു കുറെ തമാശ കലർന്ന വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ആളാണ്. പക്ഷെ ഇന്നിപ്പോ എനിക്ക് ഏറ്റവും ഇഷ്ടം ഒരാൾ മാത്രം നമ്മുടെ എം എ നിഷാദ് ഫസ്റ്റ് പ്രൊഡ്യൂസർ സിനിമയാണ് ഒരാൾ മാത്രം. അദ്ദേഹത്തിന് ആദ്യത്തെ പ്രൊഡക്ഷൻ സിനിമയിലേക്ക് വരുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ. അതെ പാട്ട്. അതിനുശേഷം ഇപ്പൊ സുധീഷേട്ടൻ ചെയ്യുന്ന ഓരോ, അതിപ്പോ സുധീഷേട്ടൻ ആയിക്കോട്ടെ, ഇന്ദ്രൻ സേട്ടൻ ആയിക്കോട്ടെ, ജഗദീഷേട്ടൻ ആയിക്കോട്ടെ, ഇവരൊക്കെ നിങ്ങളെല്ലാരും തുടങ്ങുന്ന നിങ്ങളുടെ ആദ്യത്തെ സമയത്തൊക്കെ ഒരുപാട് തമാശകളും ലൈറ്റ് ആയിട്ട് നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ നിറയെ ചെയ്തിട്ടുണ്ട്. ഈ പറയണ നിങ്ങൾ എല്ലാവരും ഇന്നിപ്പോ അച്ഛന്മാർ റോളിലേക്ക് പോകുന്നതാ കുഴപ്പം. അച്ഛന്മാരെ ഇതിലും ഞാനൊരു കുട്ടീന്റെ അച്ഛനായിട്ടാണ്, കുട്ടീനെ അങ്ങനെയല്ല, കുറച്ച് പ്രായമുള്ള ഒരു കുട്ടീന്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള വേഷങ്ങളാണ് കൂടുതൽ. പക്ഷെ അതിൻ്റെ അകത്തും ഈ പറഞ്ഞ പോലെ ഹ്യൂമർ കലർന്ന വേഷങ്ങൾ ഇപ്പം കിട്ടുന്നുണ്ട്. ഇപ്പൊ തുടങ്ങി ഒരു പടം ഒരു ത്രൂ ഔട്ട് ഹ്യൂമറുള്ള ഒരു സിനിമയാണ്. അപ്പൊ അങ്ങനെയും ചെയ്യാനും വില്ലിംഗ് ആണ്, അല്ലാതെ സീരിയസ് ടൈപ്പ് മാത്രം ഇമോഷണൽ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാം ചെയ്യണമല്ലോ. ഓക്കെ. അല്ല, ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മുടെ സിറ്റുവേഷണൽ ഹ്യൂമർ ആണല്ലോ കൂടുതലുള്ളത്. അതെ, അങ്ങനെ നമ്മൾ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങൾ സീനിൽ തന്നെ അത് ഉണ്ടാവും. ഓൾറെഡി നമ്മൾ ക്യാരക്ടറായിട്ട് മാറിയാൽ മതി. സിറ്റുവേഷൻ അനുസരിച്ച് ജനം ചിരിക്കുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ. അതെ അതെ. മഞ്ജു ചേച്ചി മോളുടെ കൂടെ സൈമ അവാർഡ്സിന് പോയ ഫോട്ടോസ് ഒക്കെ കണ്ടിരുന്നു. അത് നന്നായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മക്കള് വലുതാവുമ്പോ നമ്മളോടൊപ്പം തന്നെ നിൽക്കുമ്പോ നമുക്കൊരു വല്ലാത്തൊരു കോൺഫിഡൻസ് ആണ്, നമുക്കൊരു വല്ലാത്തൊരു, അത് പറഞ്ഞറിയാൻ പറ്റില്ല. യു ഷുഡ് ഗോ ത്രൂ ഇറ്റ്. നമുക്കൊരു നല്ലൊരു കമ്പാനിയനാണ്. എക്സാക്ട്ലി, ശരിക്കും ആ ഒരു ഫീൽ എന്ന് പറയുന്നത് അത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫീല് തന്നെയാണ് അല്ലേ ചേച്ചി? ഒരു ഫ്രണ്ട്സ് പോലെയാണ് ഞാൻ മോളും, വളരെ അടുത്ത സുഹൃത്തുക്കൾ. അതുകൊണ്ട് തന്നെ അവളുടെ എന്ത് കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറയാനും, പണ്ടും അതെ ഇപ്പോഴും അതെ, ഞാൻ ത്രൂ ആണ് അവളുടെ കാര്യങ്ങൾ അച്ഛനിലേക്ക് എത്തിക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും, ഒരു നിസ്സാരമാണെങ്കിൽ പോലും അമ്മ ഒന്ന് പറയൂ എന്ന് ചോദിച്ചിട്ട്, അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഞാനായിട്ടാണ് വളരെ ഫ്രണ്ട്ലി ഒരു ഇത്. ഞാനും തിരിച്ചങ്ങനെ തന്നെ. ഇപ്പൊ മോള് വലുതായി പഠിക്കുന്ന സ്റ്റൈലിംഗും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഒരു ഡ്രസ്സ് ഇട്ട് കോസ്റ്റ്യൂം ഇട്ടാലോ ഒരു ഓർണമെന്റ് ഇട്ടാലോ ഒക്കെ അവള് ഡിസൈൻ ചെയ്ത് തരും. പിന്നെ ഞാൻ ഇന്നലെ തന്നെ ഇടുമ്പോ, എടാ ഈ സാരിക്ക് ഞാൻ ഈ കമ്മലിടട്ടെ, അങ്ങനെയൊക്കെ ചോദിക്കുകയും അവള് തിരിച്ചാ ഫോട്ടോ ഒക്കെ എടുക്കും, ഞാൻ ഇതിൽ ഏത് കമ്മലിടണം എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് അവൾ അതിന് ഉത്തരം തരും ഒക്കെ ചെയ്യും. അപ്പം അതൊരു പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ മകള് വന്നിട്ട് ഇപ്പൊ പോളണ്ടിലാണ് പഠിക്കുന്നത്. അപ്പൊ അവിടുത്തെ ടൈമിങ് വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ ഞാൻ എപ്പോഴെങ്കിലും ഫോൺ ചെയ്യുമ്പോ പഠിക്കാമ്മ എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ഞാൻ
അങ്ങനെ കിടന്നുറങ്ങും. ഉറങ്ങി പെട്ടെന്നൊരു ഞെട്ടിയിട്ട് എന്തോ ഉണ്ടല്ലോ, ആ മോളെ വിളിച്ചിട്ടില്ല. അങ്ങനെ എനിക്ക് വിളിച്ച് സമാധാനമായിട്ട് സംസാരിച്ചതിന് ശേഷമേ ഉറങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ടൈമിംഗ് വ്യത്യാസം. ഇത് എനിക്കും സംഭവിച്ചിട്ടുണ്ട്. അതായത് നെഞ്ചിനകത്തൊരു ഇതാണ്, എന്തോ നമ്മൾ മിസ് ചെയ്തു, ഇന്നത്തെ ദിവസം നമ്മൾ എന്തോ മിസ് ചെയ്തിട്ടുണ്ട്. ചാടി എഴുന്നേറ്റിട്ടൊക്കെ വിളിച്ച അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തിരിച്ച് വിളിക്കുന്ന ടൈമിംഗ് ഭയങ്കര ഇതാ. ഒരു 4-5 മണിക്കൂർ ഡിഫറൻസ് ഉണ്ട്. ഞാൻ ഇവിടെ ഒരു 2 മണി 3 മണിക്ക് നല്ല ഉറക്കം വരുമ്പോൾ ഇവിടെ 10, 10:30, 11 മണി ആവുള്ളൂ. അപ്പം വിളിക്കും, ഹലോ അമ്മ, ഹലോ അമ്മ, അതെ ഞാൻ പറഞ്ഞ മോളെ വിശേഷം പറയാൻ വിളിക്കുന്ന സമയമാണോടി, ഇവിടെ 3 മണി. എനിക്കിപ്പോഴാ സമയം കിട്ടിയ. അമ്മയാകുമ്പോഴത്തേക്കും മക്കളുടെ സമയം നോക്കാൻ പാടില്ല, എപ്പോഴും അലേർട്ടായിരിക്കണം എന്നുള്ളത്. ഓക്കെ, സ്വാസിക, ഇപ്പൊ നിങ്ങൾ ഒരു സമയത്ത് ഇപ്പൊ നിങ്ങൾ എല്ലാവരും ചോദിക്കുക, എല്ലാവരോടും കൂടെ ഉള്ളൊരു ഇതാണ്, ഒരേ സമയത്ത് പല പല ക്യാരക്ടേഴ്സ് അല്ല ഒരേ സമയത്ത് പല പല സിനിമകളിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു ഇന്നലെ ഇപ്പം സ്വാസികയുടെ തന്നെ ഇന്നിപ്പോ ഒരു വില്ലേജ് ഗേൾ ആയിട്ട് അഭിനയിച്ചു, ഇന്നിപ്പോ വന്നപ്പോ ഒരു പോലീസ് ഓഫീസർ. അറ്റ് എ ടൈം പല പല സിനിമകളിൽ അല്ലെ പല പല സാധനങ്ങൾ ചെയ്യുമ്പോൾ ഓരോ ദിവസം ഓരോരോ കഥാപാത്രങ്ങളിലൂടെ നിങ്ങൾ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും അതിനെ അതെങ്ങനെ ബാലൻസ് ചെയ്യണത്? ഒരു ആർട്ടിസ്റ്റിന് കിട്ടുന്ന ഒരു ചാലഞ്ച് തന്നെയാണ് അത്. ശരിക്കും പറഞ്ഞാൽ ഓരോ ക്യാരക്ടറുകൾ ഓരോ സിനിമയിൽ നിന്ന് സിനിമയിലേക്ക് പോകുമ്പോൾ ഓരോരോ ഡിഫറെന്റ് ക്യാരക്ടറുകൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു സന്തോഷമാണ്. ഇപ്പൊ ലബർ ബന്ദില് അഭിനയിച്ചപ്പോ ആ ഒരു വില്ലേജ് ക്യാരക്ടറും പിന്നെ ഇതെന്ന് പറയുമ്പോൾ ഒരു സന്തോഷമാണ് ചെയ്ത് 2 ഡിഫറെന്റ് ക്യാരക്ടറുകൾ. അത് ഒരു ആർട്ടിസ്റ്റിന്റെ ചാലഞ്ച് തന്നെയാണ് അത്. അല്ല അത് ഇങ്ങനെ അല്ല അത് നമ്മൾ അതും ഈ പറഞ്ഞ പോലെ ബാലൻസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു ഡയറക്ടറിന്റെയും ഒക്കെ ഒരു അവരുടെ ഹെൽപ്പും കൂടി ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ഈസിയാണ്. നമ്മള് എല്ലാ സിനിമയുടെയും ഇപ്പൊ കുറച്ച് മുന്നേ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് നമ്മൾ അവിടെ ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ എങ്ങനെയാണോ ആ ഡയറക്ടർ നമ്മളെ മോൾഡ് ചെയ്യുന്നത് അത് കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ സീനിയർ ആർട്ടിസ്റ്റുകൾക്ക് അത് വേറെ രീതിയിൽ അവര് തന്നെ കോസ്റ്റ്യൂം കിട്ടി കഴിയുമ്പോഴേക്കും നമുക്ക് ഏകദേശം നമ്മൾ അതിലേക്ക് മാറും. അതെ അതെ. എന്നാൽ ആ ഒരു ക്യാരക്ടറായി നമ്മൾ ഇന്നലെ വരെ ഒരു ക്യാരക്ടറിൽ നിൽക്കുകയാണ്, പെട്ടെന്ന് അതിന്റെ ഒരു അതായത് പകുതി നമ്മൾ ആ കോസ്റ്റ്യൂമിൽ തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പകുതി അഭിനയിച്ചാൽ മതി. ഒരു കള്ളന്റെ ലുക്ക് നമ്മൾ കള്ളനായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പകുതി അഭിനയിച്ചാൽ മതി. അതാണ് തമിഴിൽ പറയും ഒരു പ്രൊവേർബ് ഉണ്ട്, ഉടൈ നടയെ മാറ്റും. നമ്മൾ ഇടുന്ന ഒരു ഡ്രസ്സിലാണ് നമ്മുടെ നടത്തം സാരി ഉടുക്കുമ്പോൾ നമുക്ക് ജീൻസ് ഇട്ട് നടക്കുന്നോടെ നടക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടേതായിട്ടുള്ള ആ ഒരു വേഷത്തിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ പറ്റിയാൽ നമുക്ക് പിന്നെ പകുതി മതി അഭിനയത്തിലേക്ക് പോകാം. വേഷമാണ് മെയിൻ. ഞാൻ വിചാരിക്കും എനിക്കറിയില്ലേ, എനിക്ക് അങ്ങനെ തോന്നും. ഇപ്പൊ നമ്മളൊരു പോലീസ് ഓഫീസർ ആയിരിക്കുമ്പോൾ നമ്മൾ തന്നെ തോന്നി നമ്മളൊരു പോലീസ് ഓഫീസർ ആണ് എന്ന്. അല്ലെ ഒരു കളക്ടർ ആവുമ്പോ അതിന്റേതായിട്ടുള്ള വിട്ടു പോകുന്ന സമയത്ത് ഇതേപോലെ ഡയറക്ടേഴ്സ് നമ്മളെപ്പോഴും ഇതായിട്ട് അവരിങ്ങനെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ പറയാനൊക്കെ ഉണ്ടാവുമ്പോൾ ഒരു വലിയൊരു മുഖ്യത്വം ഉണ്ട്. സാരി ഉടുത്തു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു ഒതുങ്ങിയൊക്കെ ഇരിക്കുമല്ലോ. ഇപ്പൊ ഞാൻ ഇരിക്കുന്നതും മണി ഇരിക്കുന്നതും തമ്മിൽ വ്യത്യാസം. അതെ, ഈ ജീൻസ് ഇട്ടാ ഞാനെന്താ ഇങ്ങനെയാവും. പക്ഷെ ഈ സാരി എടുക്കുമ്പോ ഒരു ഒതുക്കം അറിയാതെ പോകുന്നതാണ്. ഡ്രസ്സിലാണ് അതിന്റെ ഒരു മേക്ക് ഓവറിലാണ്. അപ്പൊ അങ്ങനെയാണ് ഒരു സംശയം, ഒരേ ഡ്രസ്സുള്ള വേഷങ്ങളാണ് രണ്ടും വില്ലേജ് ക്യാരക്ടർ ആണെങ്കിലും. അതായത് നമ്മളിപ്പോ ചെയ്യുന്നത് രണ്ടും അറ്റ് എ ടൈം 2 വില്ലേജ് ക്യാരക്ടേഴ്സ്. അല്ല ശ്വാസിക, അത് എന്ത് ക്യാരക്ടറാണ്? ഞാൻ പറഞ്ഞത് മനസ്സിലായി. ആ വില്ലേജ് ക്യാരക്ടർ രണ്ടും ഡിഫറെന്റ് ആയിരിക്കുമല്ലോ. നമ്മള് രണ്ടും ഒരേപോലത്തെ ക്യാരക്ടർ അഭിനയല്ല. പിന്നെ പറയും ആ ക്യാരക്ടറായിട്ട് ജീവിച്ചു, അതൊക്കെ തെറ്റാണ്. കാരണം ജീവിക്കാനൊന്നും പറ്റില്ല വെറുതെ. കാരണം സത്യം എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ അഭിനയിച്ചു വരുമ്പോ ക്യാമറമാൻ പറയും ആ ലൈറ്റ് വാങ്ങി, ഈ ലൈറ്റ് കവർ ചെയ്യരുത്, സുധീഷ് വന്നിട്ട് ഇവരെ ഓവർലാപ്പ് ചെയ്യരുത്, അതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എങ്ങനെ മാക്സിമം നമ്മൾ ജീവിച്ചു എന്ന് ധരിപ്പിക്കുക ജനങ്ങളെ. അതാണ് അഭിനയം കൊണ്ട് ജീവിക്കാം. എനിക്ക് തോന്നുന്നില്ല ജീവിച്ചു കരഞ്ഞങ്ങ് തീർത്തു, വെറുതെ അതൊക്കെ വെറുതെയാണ് എനിക്ക് തോന്നുന്നു. ഈ പാറുവിന്റെ കാര്യം പറഞ്ഞ പോലെയാണ്. അവള് പറഞ്ഞില്ലേ മറ്റേ എന്താ ചെയ്യാത്ത, പ്ലീസ് ഡു ഇറ്റ്, കട്ട് ഇറ്റ്. ചേച്ചി പിന്നെ അത്രേ ഉള്ളൂ. ആക്ടിങ് ഈസ് ആക്ടിങ് അല്ലേ, അതിന്റെ അപ്പുറത്തേക്കൊന്നും ഇല്ല. എനിക്ക് പേഴ്സണലി ഞാനും അങ്ങനെ തന്നെയാണ്.
ഓക്കെ. ചേച്ചി തന്നെ ഇപ്പൊ മാണി ചേച്ചി ഇപ്പൊ ഇതുപോലത്തെ ഈ ഒരു ആക്ഷൻ പാക്ഡ് മൂവീസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഞാൻ കേട്ടിടത്തോളം ചേച്ചി ചെയ്തിരിക്കുന്ന നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിലെ ഏറ്റവും കൂടുതൽ ഇതുപോലത്തെ സിനിമകൾ ചെയ്ത് പരിക്കുകൾ പറ്റിയിരിക്കുന്നത് മാണി ചേച്ചിക്കാണ്. ഒരുപാട് ഇഞ്ചുറീസ് വന്നിട്ടുണ്ട്. കാരണം ചെയ്തിരിക്കുന്ന കുറെ ഇതുപോലത്തെ ത്രില്ലർ മൂവീസ്, ആക്ഷൻ മൂവീസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ചേച്ചി ഇപ്പൊ ഏറ്റവും കൂടുതൽ പരിക്ക് വന്നത് ഏത് ഇതാന്ന് ചേച്ചിക്ക് ഓർമ്മയുണ്ടോ? പരിക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഡാൻസിലും വന്നിട്ടുണ്ട്. ഇപ്പൊ തെലുങ്ക് മൂവീസ് ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഷോൾഡർ ഡിസ്ലൊക്കേറ്റ് ആവും. അപ്പൊ ഡാൻസ് ചെയ്യണമെന്നില്ല, ഇപ്പൊ ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് ഒരു ഫോണ് വരുന്നത് ഇങ്ങനെ എടുത്താൽ മതി, അപ്പൊ തെറ്റും. ഇപ്പൊ ഇല്ല, അപ്പൊ അങ്ങനെയായിരുന്നു എനിക്ക്. അപ്പൊ അത് ഇങ്ങനെ നേരെയാക്കും, ഞാൻ തന്നെ ചെയ്യും. പക്ഷെ ഹിറ്റ്ലറിൽ വന്നിട്ട് പറ്റിയില്ല. എന്നിട്ട് ഇവരൊക്കെ കൂടി എന്നെ കൊണ്ടുപോയി, മമ്മൂക്കും എല്ലാവരും കൂടി കൊണ്ടുപോയി. അപ്പൊ അപ്പോഴാണ് ഭയങ്കര പെയിനാണ്. അപ്പോഴാണ് മറ്റേ ലാൽ സാറുണ്ടല്ലോ അതില്, അപ്പോ പുള്ളി എന്നെ എടുത്ത് കൊണ്ട് വണ്ടിയിൽ കൊണ്ടുപോ പറയാ, നല്ല വെയിറ്റ് ആണല്ലോ, മുടിഞ്ഞ വെയിറ്റ് ആണല്ലോ, നല്ല തറവാട്ടി പറഞ്ഞു. അപ്പൊ അതിന്റെ ഇടയിലും ഒരു ഹ്യൂമറാണ്. ഞാൻ വേദന എടുത്ത് പൊളയാണ് കിടന്ന്, അതിന്റെ ഇടയിലും ഹ്യൂമറായിരുന്നു സിദ്ദിഖ് സാറിന്റെ സെറ്റ്. അല്ല, ഞാൻ ഇത് തന്നെ ആലോചിച്ചു. അപ്പൊ ഞാൻ ചേച്ചി പറയണതിന് മുമ്പ് അത് വിഷ്വലൈസ് ചെയ്തു. ചേച്ചി അവിടെ പറയുമ്പോഴാണ് ഇവരുടെ കോമഡി അങ്ങനെ പറയും. അതുണ്ട്. പിന്നെ 2-3 പ്രാവശ്യമൊക്കെ കുതിരപ്പുറത്തൊന്ന് വീണിട്ടുണ്ട് ഹോഴ്സ് റൈഡിങ്ങിന്. പിന്നെ ഒരു പ്രാവശ്യം ഒരു തമിഴ് പടത്തിന് ഒരു 4-5 ക്യാമറ വെച്ചിട്ട് ഒരു ഷോട്ടായിരുന്നു. അപ്പോൾ ഞാൻ മേലെ നിൽക്കുന്ന ഒരു സെറ്റ് പോലെ ഇട്ടിരിക്കുകയാണ്. അതിൽ 2 ഫൈറ്റേഴ്സ് ഉണ്ട് കൂടെ. അപ്പോൾ ഒരുത്തനടിച്ച് അവൻ്റെ ഷർട്ട് പിടിക്കണം, എന്നെയും ഈ കൈ കൊണ്ട് അടിച്ച് പിടിച്ചിട്ട് 2 പേരുമായിട്ട് ഞാൻ ഈ സെറ്റിൽ നിന്ന് ജമ്പ് ചെയ്യണം താഴേക്ക്. ഒരു 25 ഫീറ്റ് ഒക്കെ ഉണ്ട്. അവിടെ ചെല്ലുമ്പോൾ അപ്പൊ ഞാൻ എന്നോട് ഫൈറ്റ് മാസ്റ്റർ പറഞ്ഞു, ചാടുമ്പോൾ ഇങ്ങനെ കാലൊന്നും ഇങ്ങനെ നീട്ടി കൊടുത്താൽ മതി, അപ്പൊ ഇങ്ങനെ വീണോളും എന്ന് പറഞ്ഞു. അപ്പൊ അത്രയും ട്രാവൽ ഉണ്ട്. അപ്പൊ ഇവരെ 2 പേര് പിടിച്ച്, പിന്നൊരു സംഭവം എന്ന് വെച്ചാൽ ഞങ്ങള് ചാടിയ ആ ഇടം ഉണ്ടല്ലോ, അവിടെ അത് ബ്ലാസ്റ്റും ബെസ്റ്റ് ഷോട്ടാണ്. ബെസ്റ്റ് ഷോട്ടാണ്. ഞാൻ ആലോചിച്ചിട്ട് എനിക്ക് ചിരി വന്നു പോകും. അത് കഴിഞ്ഞ് ഞാൻ പോയി വീണിട്ടപ്പോ എല്ലാവരും ഭയങ്കര കയ്യടി, സൂപ്പറായിരുന്നു. എൻ്റെ കൈ പോയി താഴെ അടിച്ചു, അത് വേദന, അതൊരു എപ്പിസോഡ് വേറെ. അപ്പോ ആരോ വന്ന് പറഞ്ഞു, അതിൽ ഒരു ക്യാമറ വർക്ക് ചെയ്ത് എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. എനിക്ക് ആകതായി. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ ഓക്കെ, റീടേക്ക് പോവാം, നമുക്ക് വേറെ ഇതൊക്കെ വെച്ചിട്ട് റീടേക്ക് പോവാം. അപ്പൊ ആ പ്രൊഡ്യൂസർ വന്നിട്ട് പറഞ്ഞു, ഈ റീടേക്കിന് ഒരു പ്രശ്നമുണ്ട്. കാരണം അപ്പോഴാണ് എല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായേക്കുന്നത്. ഒരു ടേക്ക് ഓക്കെ എന്ന് പറഞ്ഞിട്ട് പിന്നെ റീടേക്ക് എടുക്കുമ്പോൾ നമുക്ക് ഈ 4 ക്യാമറ ഷോട്ട് മതി എന്ന് പ്രൊഡ്യൂസർ വന്ന് പറഞ്ഞിട്ടാണ് അത് പിന്നെ ഇല്ലാതെയായത്. അങ്ങനെ ഒരു സംഭവം. ഇങ്ങനെ ഓരോ ഇഞ്ചുറീസ് വരുമ്പോ പിന്നെയും ഈ ഒരു ടൈപ്പ് മൂവി ചെയ്യുമ്പോൾ ചേച്ചിക്ക് ഒരു ഫിയർ പരിചയമായി പോയി. ഇഞ്ചുറി പേടി പോവും, പിന്നെ അങ്ങ് പോയി അങ്ങ്. അപ്പൊ ഈ സിനിമയിലും ചേച്ചിക്ക് അങ്ങനെ എന്തെങ്കിലും ഇഞ്ചുറീസ് ഇല്ല? ഈ സിനിമയിൽ അങ്ങനെ അതൊക്കെ വളരെ നോക്കിയേ ചെയ്തു. മലയാളത്തിന്റെ ആക്ഷൻ നായിക ആരാണെന്ന് ചോദിച്ചാൽ പ്രേക്ഷകർക്ക് ഒരു ഉത്തരമേ അന്നും ഇന്നുമുള്ളൂ, അത് മാണി വിശ്വനാഥാണ്. പഞ്ച് ഡയലോഗുകളും ആക്ഷൻ രംഗങ്ങളും കൊണ്ട് മലയാളികളെ ത്രസിപ്പിച്ച നടി. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സിനിമയിലേക്ക് വാണി വിശ്വനാഥ് എത്തുമ്പോൾ പ്രേക്ഷകർക്ക് ആകാംക്ഷയും ആവേശവും വർദ്ധിക്കുകയാണ്. അതിനുള്ള കാരണം വാണി ചെയ്ത കഥാപാത്രങ്ങൾ അത്രയ്ക്ക് മികച്ചതായിരുന്നു എന്ന് തന്നെയാണ്. ഒട്ടുമിക്ക സിനിമകളിലും നായകനൊപ്പത്തിനൊപ്പം നിൽക്കുന്ന കഥാപാത്രങ്ങളാണ് വാണിക്കേറെ ലഭിച്ചത്. മന്നാർ മത്തായി സ്പീക്കിംഗ് എന്ന സിനിമ മലയാളികൾക്ക് മറക്കാനേ കഴിയില്ല. കാരണം തുടക്കം മുതൽ അവസാനം വരെ മലയാളി പ്രേക്ഷകരെ ഏറെ ചിരിപ്പിച്ച സിനിമയാണിത്. മാത്രമല്ല, വാണി വിശ്വനാഥ് മലയാളത്തിലേക്ക് അരങ്ങേറ്റം കുറിച്ച ചിത്രം കൂടിയാണ് ഇത്. പിന്നീട് അങ്ങോട്ട് മലയാള നടിമാർക്കിടയിൽ എന്നും വലിയ സ്ഥാനം വാണി വിശ്വനാഥിന് ലഭിച്ചിട്ടുണ്ട്. രഞ്ജി പണിക്കർ എഴുതി ഷാജി കൈലാസ് സംവിധാനം ചെയ്ത മമ്മൂട്ടി നായകനായ പൊളിറ്റിക്കൽ ത്രില്ലർ ചിത്രമായിരുന്നു ദി കിങ്. 1995 പുറത്തിറങ്ങിയ ചിത്രത്തിൽ ജില്ലാ കളക്ടർ ജോസഫ് അലക്സ് IAS ആയാണ് മമ്മൂട്ടി എത്തിയത്. അസിസ്റ്റന്റ് കളക്ടർ അനുരാ മുഖർജിയായിട്ടായിരുന്നു വാണി വിശ്വനാഥിന്റെ വേഷം. ഈ ചിത്രത്തിൽ മമ്മൂട്ടി അടിക്കാനോങ്ങുന്ന ഒരു രംഗമുണ്ട്. ആ രംഗത്തിൽ ഇനി നിന്റെ കൈ ഒരാണിന്റെ നേരെ ഉയരരുത് എന്ന ഡയലോഗുണ്ട്.